റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മിഅ്റാജിന്റെ രാത്രി. അതുകൊണ്ടാണ് നമ്മൾ പിറ്റേ നോമ്പ് വെക്കുന്നത്. അതിനെ ഈ ഭാഗത്ത് കൊണ്ട് ധന്യമാക്കണം. പിന്നെ നോമ്പ് വെക്കാൻ ഹദീസ് വായിപ്പാണോ അല്ലേ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ല ഞങ്ങൾ നോക്കേണ്ടത് നോമ്പ് വെക്കുന്നത്. ഹദീസ് ചെയ്ത് നോക്കിയിട്ടല്ല. ഞങ്ങൾ ഒമൻ യുഅല്ലിം ശഅഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റജബ് 27 നോമ്പ് വെക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അത് ഷിയാറുകളെ ബഹുമാനിക്കുക, അത് തഖ്വയിൽ നിന്നുണ്ടായിത്തീരേണ്ടതാണ്. ആ ബഹുമാനം എങ്ങനെയാണ്? അന്ന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. ആ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക, നോമ്പ് വെക്കുക, ഖുർആൻ ഓതുക, നിസ്കരിക്കണം, ഇതൊക്കെ ഒന്ന് ചെയ്യണം. അവരിതാ പ്രത്യേകമായ നിസ്കാരങ്ങൾ നിസ്കരിക്കുകയാണ്. അള്ളാഹു ദീനാക്കാത്ത കാര്യം അവരിതാ ചെയ്യുകയാണ്. പ്രത്യേകമായ നോമ്പ് അവർ പറയുകയാണ്. ഇസ്രാ മിഅ്റാജ് അത് സംഭവിച്ചത് റജബിലാണെന്ന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇതാ ഷാഫിഈ പണ്ഡിതനായ മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, റജബ് മാസത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിലുള്ള നോമ്പുകളെ കുറിച്ചോ അതിലെ പ്രത്യേക ദിനത്തിലുള്ള നോമ്പുകളെ കുറിച്ചോ അഥവാ അങ്ങനെയുള്ള നോമ്പുകളെ കുറിച്ചോ പറയുന്ന അല്ലെങ്കിൽ ചില രാത്രികളിലുള്ള പ്രത്യേകമായ നിസ്കാരത്തെ കുറിച്ചോ പോരിശ പറയുന്ന ഒരൊറ്റ ഹദീസും അല്ലെങ്കിൽ തെളിവിന് യോഗ്യമായ ഒരൊറ്റ ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് ആരാണ് സഹോദരങ്ങളെ പറയുന്നത്? ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹമാണ് പറയുന്നത്. നമ്മൾ വലിയ ഷാഫിഈ മദ്ഹബിന്റെ ആളുകളാണെന്ന് വാദിക്കുന്ന ആളുകളാണ് അവരും മദ്ഹബും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നത് വേറെ വിഷയമാണ്.